Hello friends, welcome back to another lesson of Remedy English Speaking Practice. Remedy English Speaking Practiceന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ള സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന ഇംഗ്ലീഷ് ഗ്രാമറിൽ പറയുന്ന സെന്റൻസ് പാറ്റേൺ ആണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സെന്റൻസ് സ്ട്രക്ചർ ആണ് അല്ലെങ്കിൽ സെന്റൻസ് പാറ്റേൺ ആണ് ഈ പറയുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിൽ ഉള്ള കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്ന ഈ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് പാറ്റേൺ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ സെന്റൻസ് പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ ഡു ഡസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബുകളാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇവിടെ ഡു ഡസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഡിഡ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഡു ഡസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഡിഡിനെയാണ് നമ്മൾ ഈ പറയുന്ന പാറ്റേണിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവൾ പാടുകയാണ്, ഞാൻ നടക്കുകയാണ്, ഞാൻ ചിന്തിക്കുകയാണ്, അവൾ കരയുകയാണ്, പട്ടി കുരയ്ക്കുകയാണ്, ഇങ്ങനെ ആണ് 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 എന്ന അർത്ഥത്തിലുള്ള സെന്റൻസുകളാണ് നമ്മൾ ഒന്നാമത്തെ പാറ്റേണിനകത്ത് പഠിച്ചത് എങ്കിൽ ഇവിടെ അവൾ പാടി, ഞാൻ ചിന്തിച്ചു, അവൾ കരഞ്ഞു, പട്ടി കുരച്ചു, ഇങ്ങനെ കാര്യങ്ങളെ കഴിഞ്ഞതുപോലെ കഴിഞ്ഞ കാലത്തിൽ പറയാൻ ഉപയോഗിക്കുന്ന, അതും കഴിഞ്ഞ കാലത്തിൽ സിമ്പിളായിട്ട് പറയാൻ ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ അവൾ പാടി, ഞാൻ ചിരിച്ചു, അനിൽ വന്നു, ഞാൻ എഴുതി, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ നമുക്ക് പറയണം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് എങ്കിൽ കൂടിയും ഒരല്പം ശ്രദ്ധ ഇവിടെ ആവശ്യമാണ്. കാരണം ഒന്നാമത്തെ പാറ്റേൺ പഠിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അവിടെ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകൾ. ഇതേപോലെ തന്നെ മറ്റ് സെന്റൻസ് സ്ട്രക്ചേഴ്സിനെ അപേക്ഷിച്ച് കുറച്ച് ശ്രദ്ധ ആവശ്യമുള്ള ഒരു സെന്റൻസ് പാറ്റേൺ ആണ് എന്ന് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, എന്തായാലും ഈ സെന്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അവൾ പാടി, ഇതാണ് നമ്മുടെ സെന്റൻസ്. ഈ സെന്റൻസിനെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവൾ പാടി. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഓക്സിലറി വെർബ് ഡിഡ് ആണ്. ഇവിടെ സബ്ജക്റ്റ് ഒരാളാണെങ്കിലും ഒന്നിൽ കൂടുതൽ ആളാണെങ്കിലും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല, അല്ലെങ്കിൽ യാതൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ ഒരു ഓക്സിലറി വെർബേ ഉള്ളൂ, ഡിഡ്. അതുകൊണ്ട് ഇവിടെ കൺഫ്യൂഷൻ ആവശ്യമില്ല. ഒരാളാണ് സബ്ജക്റ്റ് എങ്കിലും ഒന്നിൽ കൂടുതൽ ആളാണ് സബ്ജക്റ്റ് എങ്കിലും ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അവൾ പാടി എന്ന് പറയുന്ന ഈ സെന്റൻസ് ഇതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ അവൾ, ഷീ, ഓക്സിലറി വെർബ് ഡിഡ്, പാടി, സിംഗ്, പാടുക എന്നുള്ള വാക്ക് സിംഗ് ആണ്. ഡിഡ് വരുമ്പോൾ സിംഗ് എന്ന് പറഞ്ഞാൽ മതി. ഏത് വെർബാണോ ആ വെർബ് അതുപോലെ അങ്ങ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അവൾ പാടി, ഷീ ഡിഡ് സിംഗ്. അവൾ പാടി, ഷീ ഡിഡ് സിംഗ്. അപ്പോൾ ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് നടുക്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. ഇത്തരത്തിൽ കഴിഞ്ഞു പോയ കാലങ്ങൾ, കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ, അവൻ വന്നു, അച്ഛൻ വിളിച്ചു, അല്ലെങ്കിൽ അമ്മ വിളിച്ചു, അവൾ കരഞ്ഞു, ഞാൻ പറഞ്ഞു, ഞങ്ങൾ പോയി, ഞാൻ ചിന്തിച്ചു, ഞാൻ അറിഞ്ഞു, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും. വെറും ഡിഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ ക്ലാസ് അവസാനം വരെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കണം. ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ എനിക്ക് പറയാനുണ്ട് എന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഉദാഹരണ സെന്റൻസുകളെല്ലാം, നമ്മൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകളെല്ലാം നമുക്കിതുപോലെ ഈ ഒരു സ്ട്രക്ചറിനകത്ത് പറഞ്ഞു നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് അവൾ പാടി, ഷീ ഡിഡ് സിംഗ്. അവൻ ചിരിച്ചു, ഹി ഡിഡ് ലാഫ്, ഹി ഡിഡ് ലാഫ്. അനിൽ വന്നു, അനിൽ ഡിഡ് കം, അനിൽ ഡിഡ് കം. ഞാൻ എഴുതി, ഐ ഡിഡ് റൈറ്റ്. നീ കളിച്ചു, യു ഡിഡ് പ്ലേ. അവർ സംസാരിച്ചു, they did talk. ഞങ്ങൾ പോയി, we did go. അച്ഛൻ വിളിച്ചു, father did call. പക്ഷി പറന്നു, bird did fly. പട്ടി കുരച്ചു, dog did bark. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളാണ് കാര്യങ്ങൾ. ഇതുപോലെ ഒരു കാര്യം കഴിഞ്ഞു എന്ന് സിമ്പിളായിട്ട് പറയാൻ ഇതുപോലെ ഡിഡ് ഉപയോഗിച്ച് പറഞ്ഞാൽ മതി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാനുള്ളത്. നമ്മുടെ സാധാരണ സംഭാഷണത്തിൽ ഇതുപോലെ ഡിഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാറില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അവൾ പാടി, ഷീ ഡിഡ് സിംഗ് എന്നാണ്. പക്ഷെ ഷീ ഡിഡ് സിംഗ് എന്ന് നമ്മൾ സാധാരണ കോൺവെർസേഷനകത്ത് പറയാറില്ല. ഒന്നാമത്തെ പാറ്റേൺ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ഡു ഡസ് എന്ന് പറയുന്നത് സാധാരണ സംഭാഷണത്തിൽ ഉപയോഗിക്കാറില്ല, അത് ചുരുക്കിയാ പറയുക. അതുപോലെ തന്നെ ഇവിടെയും
ഈ പറയുന്ന സെന്റൻസുകളും ചുരുക്കിയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതായത് അവൾ പാടി എന്ന് പറയുമ്പോൾ ഷീ ഡിഡ് സിംഗ് എന്നാണ്, പക്ഷെ ഷീ സാങ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. ഷീ ഡിഡ് സിംഗ് എന്നതിന് പകരം ഷീ സാങ് എന്നാണ് പറയുക. സങ്, എന്താണ് സങ്? സങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡും അതുപോലെ മറ്റൊരു വെർബും കൂടി ചേരുമ്പോൾ, ശ്രദ്ധിക്കുക, ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറിയും ഒരു വെർബും കൂടി ചേരുമ്പോൾ അതിൻ്റെ V2 രൂപമായിട്ട് മാറും. V2 രൂപം എന്താണ്? വെർബിന്റെ V2 രൂപം. ഇത് നമ്മൾ മുമ്പ് തുടക്കത്തിലുള്ള അധ്യായത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ അവൾ പാടി, ഷീ ഡിഡ് സിംഗ്. അത് ചുരുക്കി പറയുമ്പോൾ ഷീ സാങ്. അവൻ ചിരിച്ചു, ഹി ഡിഡ് ലാഫ്. ഹി ലാഫ്ഡ്. ഡിഡ് ലാഫ് എന്നുള്ളത് ലാഫ്ഡ് ആയിട്ട് മാറും. ഓക്കെ, അതായത് ഒട്ടുമിക്ക വെർബുകളുടെയും V2 രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ആ വെർബിന്റെ അവസാന ഭാഗത്ത് ഡി അല്ലെങ്കിൽ ED എന്ന് പറയുന്ന ലെറ്റേഴ്സ് ആഡ് ചെയ്താൽ മതിയാവും. ഇപ്പൊ ലാഫ്, ലാഫ്ഡ്, ലാഫിന്റെ V2 ലാഫ്ഡ്. എന്നാൽ അപൂർവം ചില ഇറഗുലർ വേർബ്സ് ഉണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ മുൻ അധ്യായത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് ആ അധ്യായം കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. അനിൽ വന്നു. അനിൽ ഡിഡ് കം എന്നാണ്, അതിനെ ചുരുക്കി അനിൽ കെയിം. അപ്പോൾ ഞാൻ ഈ പറയുന്ന സെന്റൻസുകളെല്ലാം ചുരുക്കി പറയുകയാണ്. ഞാൻ എഴുതി, ഐ റോട്ട്. നീ കളിച്ചു, യു പ്ലേഡ്. അവർ സംസാരിച്ചു, they talked. ഞങ്ങൾ പോയി, we went. അച്ഛൻ വിളിച്ചു, father called. പക്ഷി പറന്നു, bird flew. പട്ടി കുരച്ചു, dog barked. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കഴിഞ്ഞു പോയ ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് പറയുന്നത്. ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് അതിന്റെ V2 രൂപമാണ് എഴുതുക എന്നുള്ള പോയിന്റാണ് ഇവിടെ ഓർത്തിരിക്കാനുള്ളത്. അപ്പോൾ ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ പറഞ്ഞ സെന്റൻസുകളെല്ലാം നമുക്കൊന്ന് നെഗറ്റീവായിട്ട് പറഞ്ഞു നോക്കാം. എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് ചേർത്താൽ നെഗറ്റീവായി. അങ്ങനെയാണെങ്കിൽ ഈ സെന്റൻസുകൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അവൾ പാടിയില്ല, ഷീ ഡിഡിൻറ്റ് സിംഗ്. ഡിഡിന്റെ കൂടെ നോട്ട് ചേർത്തപ്പോൾ ഡിഡിൻറ്റ്. അവൻ ചിരിച്ചില്ല, ഹി ഡിഡിൻറ്റ് ലാഫ്. അനിൽ വന്നില്ല, അനിൽ ഡിഡിൻറ്റ് കം. ഞാൻ എഴുതിയില്ല, ഐ ഡിഡിൻറ്റ് റൈറ്റ്. നീ കളിച്ചില്ല, യു ഡിഡിൻറ്റ് പ്ലേ. അവർ സംസാരിച്ചില്ല, they didn't talk. ഞങ്ങൾ പോയില്ല, we didn't go. അച്ഛൻ വിളിച്ചില്ല, father didn't call. പക്ഷി പറന്നില്ല, bird didn't fly. പട്ടി കുരച്ചില്ല, dog didn't bark. ഓക്കെ, ഇപ്പോൾ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറയാൻ പഠിച്ചു. ഇനി നമുക്ക് ഈ സെന്റൻസുകളെ എങ്ങനെ ചോദ്യമായിട്ട് ചോദിക്കാം എന്നുള്ളത് നോക്കാം. അവൾ പാടിയോ, ഡിഡ് ഷീ സിംഗ്. അവൻ ചിരിച്ചോ, ഡിഡ് ഹി ലാഫ്. അനിൽ വന്നോ, did Anil come? ഞാൻ എഴുതിയോ, did I write? നീ കളിച്ചോ, did you play? അവർ സംസാരിച്ചോ, did they talk? ഞങ്ങൾ പോയോ, did we go? അച്ഛൻ വിളിച്ചോ, did father call? പക്ഷി പറന്നോ, ഡിഡ് ബേർഡ് ഫ്ലൈ. പട്ടി കുരച്ചോ, ഡിഡ് ഡോഗ് ബാർക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഇനി നമുക്ക് ഈ ചോദ്യങ്ങൾ നെഗറ്റീവ് ചോദ്യങ്ങളായിട്ട് എങ്ങനെ ചോദിക്കാമെന്ന് നോക്കാം. അവൾ പാടിയില്ലേ,
Didn't she sing? അവൻ ചിരിച്ചില്ലേ? Didn't he laugh? അനിൽ വന്നില്ലേ? Didn't Anil come? ഞാൻ എഴുതിയില്ലേ? Didn't I write? നീ കളിച്ചില്ലേ? Didn't you play? അവർ സംസാരിച്ചില്ലേ? Didn't they talk? ഞങ്ങൾ പോയില്ലേ? Didn't we go? അച്ഛൻ വിളിച്ചില്ലേ? Didn't father call? പക്ഷി പറന്നില്ലേ? Didn't a bird fly? പട്ടി കുരച്ചില്ലേ? Didn't a dog bark? ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞുപോയ ഒരു കാലത്തെ അല്ലെങ്കിൽ നടന്നുപോയ ഒരു കാര്യത്തെ 4 രീതിയിൽ, അതായത് പോസിറ്റീവായിട്ട്, നെഗറ്റീവായിട്ട്, ചോദ്യമായിട്ട്, നെഗറ്റീവ് ചോദ്യമായിട്ട് പറയാനും ചോദിക്കാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാവുന്നതാണ്. അപ്പോൾ ഈ പാഠഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്നുകിൽ നമ്മുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ കയറി കമൻറ്റ് വഴിയോ അതല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പലരും വാട്സപ്പ് വഴി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉടനടി ഉത്തരം തരാൻ കഴിയാറില്ല. എങ്കിലും പരമാവധി വേഗത്തിൽ ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഒരുപാട് പേര് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് സമയപരിമിതി മൂലം എനിക്ക് കൃത്യസമയത്ത് നൽകാൻ കഴിയാത്തതിലുള്ള ക്ഷമ ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ അല്പം വൈകിട്ടാണെങ്കിലും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തീർച്ചയായിട്ടും നൽകുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്നുകിൽ കമൻറ്റ് ബോക്സ് വഴി അല്ലെങ്കിൽ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ പോയിട്ട്, അതും അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ വാട്സപ്പ് വഴി മേലെ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ സീരീസിലെ അധ്യായങ്ങൾ പരമാവധി വേഗത്തിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലുമുള്ള നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. സീ യു, ബൈ ബൈ.